സംസ്ഥാനത്തെ ഒരു വിഭാഗം അധ്യാപക സംഘടനകൾ നടത്തിയ സമരത്തിൽ ചേർത്തലയിൽ പ്രകടനവും സമ്മേളനവും നടന്നു. അധ്യാപക സംഘടനാ സമരസമിതി സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്ത പണിമുടക്കിൽ ചേർത്തലയിലെ ഭൂരിഭാഗം സർക്കാർ ജീവനക്കാരും പങ്കെടുത്തു. പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക, DA കുടിശ്ശിക തീർത്ത് അനുവദിക്കുക, ലീവ് സറണ്ടർ അനുവദിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം സംഘടിപ്പിച്ചത്. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കൗൺസിൽ അംഗം C. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. KGOF ജില്ലാ സെക്രട്ടറി അഖിൽ രാജ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ VD അബു, V. തങ്കച്ചൻ, AKSTU ജില്ലാ ട്രഷറർ ലിജിമോൾ എന്നിവർ പ്രസംഗിച്ചു. നമ്മുടെ കൂടെ ഇല്ലായിരുന്ന പലരും നമ്മളോടൊപ്പം ഡയസ്നോണിനെ പേടിക്കാതെ, ഭീഷണികൾ വകവെക്കാതെ ഈ സമരത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ വില്ലേജ് ഓഫീസുകളും, കൃഷിഭവനുകളും, മൃഗാശുപത്രി അടക്കമുള്ള സർക്കാർ ഓഫീസുകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. നവീൻ ബാബു എന്ന് പറയുന്ന നമുക്കറിയാം, ADMന്റെ ഭാര്യ ഉൾപ്പെടെ ഈ സമരത്തിൻ്റെ ഭാഗമായി എന്നാണ് നമുക്ക് റിപ്പോർട്ടുകൾ കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ ഏത് സമസ്ത മേഖലയിലുള്ള ജീവനക്കാരും ഈ സമരത്തോടൊപ്പം വന്നു. സർക്കാർ ജീവനക്കാരൻ്റെ നിലനിൽപ്പിനായിട്ടുള്ള സമരമാണിത്. ഈ സമരത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കരുതലുകൾ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ജീവനക്കാർ ഈ സമരത്തോട് വന്നത്. ഈ സമരം LDF സർക്കാരിന് എതിരായിട്ടോ അല്ലെങ്കിൽ LDF സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനോ അല്ല, LDFന്റെ നയവ്യതിയാനങ്ങൾക്കെതിരെ സർക്കാരിനെ ബോധ്യപ്പെടുത്താനായിട്ടുള്ള സമരമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ സമരം പ്രഖ്യാപിച്ചവരല്ല, വർഷങ്ങളായി 4-5 വർഷമായിട്ട് നിരന്തരമായ പോരാട്ടത്തിലായിരുന്നു. സർക്കാരിൻ്റെ കണ്ണു തുറപ്പിക്കാനായിട്ടുള്ള നിരവധി സമരങ്ങൾ നടത്തിയാണ് നാം ഈ രംഗത്തേക്ക് വന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 535 കിലോമീറ്റർ പദയാത്ര നടത്തി ഇത്തരം വിഷയങ്ങളുമായി സംബന്ധിച്ചുകൊണ്ട്. അതുകൂടാതെ തന്നെ 2023 ഒക്ടോബർ 26 സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരം നഗരം നിശ്ചലമാക്കുന്ന രീതിയിലുള്ള സമര പരിപാടികൾ നടത്തി. അതിനുശേഷം കഴിഞ്ഞ ഡിസംബർ 10-11 തീയതികളിൽ 36 മണിക്കൂർ നീണ്ടുനിന്ന രാപ്പകൽ സമരം നടത്തി. ഇതെല്ലാം ഈ സർക്കാരിനെ ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടും ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പോരാട്ടത്തിൻ്റെ നിറയിലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഈ സമരം പ്രഖ്യാപിച്ച് കഴിഞ്ഞു. 3-ാം തീയതി നമ്മൾ പണിമുടക്ക് നോട്ടീസ് കൊടുത്തതാണ്. ഇതിനു മുമ്പ് തന്നെ 4 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ പണിമുടക്കിലേക്ക് എന്ന് പ്രചരണം കൊടുത്തുകൊണ്ട് രാപ്പകൽ സമരത്തിലേക്ക് വന്നതാണ്. അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള ഒരു സമരങ്ങളിലും ജോയിന്റ് കൗൺസിലെയോ അല്ലെങ്കിൽ സമരസമിതിയെയോ കേൾക്കുവാനോ അതിനു വേണ്ടിയിട്ട് ഞങ്ങളോടൊന്ന് ഇടപെടുവാനോ ഈ സർക്കാർ ഒരു ഇതും കാണിച്ചില്ല എന്നുള്ളത് ഖേദകരമാണ്.